ADGPക്കെതിരെയുള്ള നടപടി ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം നീക്കിയിരിക്കുകയാണ്. പക്ഷേ ബറ്റാലിയന്റെ ചുമതല ഇപ്പോഴും ഉണ്ട്. പ്രധാനപ്പെട്ട പല ആരോപണങ്ങൾ വരുന്നതും 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കാണുന്നത് ഈ നടപടി? നാളെ രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത്, ഞങ്ങൾ 2 ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഉന്നയിച്ചത് സെപ്റ്റംബർ 4-നാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ DGP RSS നേതാക്കളെ കണ്ടു. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ പുറത്താണ് നടപടിയെടുത്തതെങ്കിൽ 32 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് 2023 മെയ് മാസത്തിലാണ്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, ദൂതനായിട്ട് അയച്ചതാണ്. ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി. അപ്പോൾ 16 മാസം കഴിഞ്ഞിട്ടാണ്, പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത്. 16 മാസം കഴിഞ്ഞിട്ട്. ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം ഇതെല്ലാം. പൂരം കലക്കാൻ അദ്ദേഹം തന്നെ വിട്ടതാണ്. എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ, പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു. അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയതെന്ന് അറിയണം. ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് RSSൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള പ്രഹസനമാണ്. കഴിഞ്ഞ 32 ദിവസം അവിടെ തുടർന്നു. ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള, ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 2 ഞങ്ങൾ ഉന്നയിച്ച, പ്രതിപക്ഷം ഉന്നയിച്ച ഈ 2 ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ. അപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള, ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. പേരിനൊരു മാറ്റം അത്രയേ ഉള്ളൂ. അത് തന്നെ അസംബ്ലി കൂടുന്ന പശ്ചാത്തലത്തിൽ നടന്നതാണ്. ബാക്കി നമുക്ക് നാളെ അസംബ്ലി പറയാം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞു ഇത് അൻവറിൻ്റെ കൂടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായിരുന്നു. ശരിക്കും അപ്പോൾ RSS നടത്തിയ കൂടിക്കാഴ്ച അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസിൽ ഇടപെട്ടെന്നുള്ളതാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ബറ്റാലിയൻ്റെ സ്ഥാനത്ത് അതുപോലത്തെ ആളുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഗുരുതരമായി. അപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വാചകം ഒട്ടും പ്രൊപ്പോഷണൽ അല്ല. ചെയ്ത ആരോപണങ്ങൾക്ക് അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. DGPയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാണെങ്കിൽ അതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസുകളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം, അല്ലേ? പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളും അതുപോലെ 2 കൊലക്കേസിൽ അവിഹിതമായി ഇടപെട്ട ആളെയും ഈ RSSൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്ക് മാറ്റിയ അത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ എന്താണ്? പിന്നെ ഏതാരോപണത്തിൻ്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ച 2 ഗുരുതരമായ ആരോപണം, അതുപോലെ ഭരണകക്ഷി MLA ഉന്നയിച്ച മറ്റാരോപണം. ഏതിലാണ് ചെയ്തതെങ്കിലും ഇത് എന്ത് തട്ടിപ്പാണിത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി? നാളെ നിയമസഭയിൽ കാണാം ബാക്കി.